നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ EOD അനലൈസിലേക്ക് സ്വാഗതം. ഈ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ നിഫ്റ്റി ഇന്ന് ബ്രേക്കൗട്ട് തന്നു എന്ന് പറഞ്ഞു. നിഫ്റ്റി ബ്രേക്കൗട്ട് തരികയും ചെയ്തു. നമ്മളിന്നലെ പറഞ്ഞ പോലെ 345 എന്ന് പറഞ്ഞാൽ POCക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 380യും 380ക്ക് മുകളിൽ 420, 420ക്ക് മുകളിൽ 470 എന്ന് പറഞ്ഞു. എത്രയാണ് പറഞ്ഞു? 480 ഭാഗം പറഞ്ഞു. ഇന്ന് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ലാസ്റ്റത്തെ 480ക്ക് മുകളിൽ തന്നെ കുറച്ച് ക്ലോസ് ചെയ്തൊക്കെയാണ്. അടിപൊളി ട്രേഡായിരുന്നു കിട്ടിയത്. നിഫ്റ്റി ഇന്നലെ മൾട്ടി ഡേ FI നിന്ന് കൺഫേം ചെയ്യുകയും കഴിഞ്ഞ വെള്ളിയാഴ്ച സ്പൈക്ക് റൂൾ പ്രകാരം ഒരു ട്രേഡ് സെറ്റപ്പും വെച്ച് നമുക്ക് നിഫ്റ്റിയിൽ ഏകദേശം പറയുകയാണെങ്കിൽ 90 പോയിൻറ്റോളം ഫ്യൂച്ചറിൽ കിട്ടുകയും ഓപ്ഷനിൽ കുറച്ച് തിരക്കേണ്ടത് നല്ല പോയിന്റ് കിട്ടുകയും ചെയ്തു. അന്ന് കുറച്ച് ദിവസം ശേഷമുള്ള ദാരിദ്ര്യത്തിന് ശേഷം നിഫ്റ്റി ഇന്നാണ് മൂവ്മെൻറ്റ് എന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി ഇന്ന് 10ാമത് ദിവസമാണ്. സെയിം ബാലൻസ്, ഒരു മാറ്റവുമില്ല. പഴയ കഥ പഴയ വീഞ്ഞ് പുതിയ കുപ്പി കൊടുക്കുന്ന പോലെ തന്നെ പഴയ കഥയാണ്. സെയിം റേഞ്ചാണ് അവൻ ഈ നമ്മൾ പറഞ്ഞ കോമ്പോസിറ്റ് ആയിട്ടുള്ള POCയുടെ അവിടെ 52,570 595ൻ്റെ ഭാഗത്ത് തന്നെ അച്ചിൻ്റെ ഫെവിക്കോളിൻ്റെ പരസ്യം കണ്ടതുപോലെ ഒട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ EOD അനലിസിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വ്യൂവിലേക്ക് കടക്കാം. സോ നിഫ്റ്റി ഇന്ന് കുറേ ഞാൻ മിനിങ്ങാന്ന് പറഞ്ഞതിൻ്റെ 3 ദിവസം മുമ്പുള്ള ബാലൻസ്, 4 ദിവസത്തെ ബാലൻസിന് ശേഷം ഇന്ന് കൃത്യമായിട്ട് ഏകദേശം 350 340 വരെ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് അവൻ തിരിച്ച് കയറി. നോർമൽ വേരിയേഷൻ അപ്പ് ക്ലോസിംഗ് ആയിരുന്നു. അവൻ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ബാലൻസിൻ്റെ ഹൈക്ക് മുകളിൽ അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഇസ് എ ഗുഡ് സൈൻ, നല്ലൊരു സൈനാണ്. അത് കൂടാതെ നല്ലൊരു ഇന്നത്തെ POC നിൽക്കുന്നത് 24,439 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ നമുക്ക് നോക്കേണ്ടത് ഇനി മാർക്കറ്റ് എവിടെ പോവുകയാണ്. അതായത് നമ്മളെ മാർക്കറ്റ് 24,480 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,597 597 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,660 660 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 740 എന്ന ലെവലിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നിഫ്റ്റിയിൽ. ഞാൻ കാരണം നിഫ്റ്റി ഇപ്പോഴാണ് ബ്രേക്കൗട്ട് എന്നത്. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് നിഫ്റ്റിയിൽ 24,700 മുകളിൽ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പുതിയത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ 24,700 മുകളിൽ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പക്ഷേ 23-ാം തീയതി ബഡ്ജറ്റാണ്, 22-ാം തീയതി HDFC റിസൾട്ടിൻ്റെ ഫസ്റ്റ് ഡേ ആണ്, മൺഡേ ആണ്. സോ ആ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നല്ല കിടിലം ബ്രേക്കൗട്ടാണ് തന്നത്. നിഫ്റ്റിയുടെ ബ്രേക്കൗട്ട് പ്രകാരം അവ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് 24,700 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ മാർക്കറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,480 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 590 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 665 665 മുകളിൽ 744 ലെവൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് വരുമ്പോൾ 24,439 സപ്പോർട്ടാണ്, സ്ട്രോങ് POC ആണ്. അതിന് താഴെ നിൽക്കുമ്പോൾ 24,380 സ്ട്രോങ് ആണ്. 380 താഴെ 345 345 താഴെ 24,307 സപ്പോർട്ടാണ്. 24,307 പൊട്ടുകയാണെങ്കിൽ മാത്രമേ വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാവുള്ളൂ. അപ്പം നമുക്ക് ആ നിഫ്റ്റിയുടെ ലെവൽ ഒന്ന് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാനത് ഇതിനെ മാറ്റി വച്ചതിന് ശേഷം ഒന്ന് വ്യക്തമായി നിങ്ങൾക്ക് ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഡ്രോയിങ് എല്ലാം കളഞ്ഞിട്ട് നിഫ്റ്റി ഇന്നത്തെ POC എത്രയാണ്? 24,439 നമ്മളെ POC. 24,439 നമ്മളെ POC. അപ്പോൾ ആ POC ഞാൻ വരച്ചു. ആ POC വരച്ചതിന് ശേഷം ആ POCയുടെ കളർ ഞാൻ കൊടുത്തു. താഴെ സപ്പോർട്ട് ആദ്യം വരയ്ക്കുക. ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,440 24,382 അത് നമുക്ക് സപ്പോർട്ടാണ്. 380 സപ്പോർട്ട് എന്ന് പറയുമ്പോൾ സപ്പോർട്ടിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ, പച്ച കളർ. അതിന് മുകളിൽ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,345 24,345 345 താഴെ 24,307 നമുക്ക് 24,307 നമ്മുടെ സപ്പോർട്ട്. ഇപ്പോൾ ഇത്രയും സപ്പോർട്ട് ഒന്ന് നോക്കിയത് കാരണം മാർക്കറ്റ് ബ്രേക്കൗട്ട് തന്നുകൊണ്ട് ഇനി മോളോട്ട് ലെവൽ നോക്കാം. നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 24,480 ഒരു ചെറിയൊരു സപ്പോർട്ടാണ്. 24,480 ഒരു സപ്പോർട്ടാണ്. ഈ 480ക്ക് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 566 24,566 590 590ക്ക് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അടുത്തത് ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഇല്ല. അതിന് മുകളിൽ 666
24,666 വരാനുള്ള ചാൻസ് കൂടുതലാണ്. 744 നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ഇതായിരിക്കും നമുക്കൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അതായത് 480ക്ക് മുകളിൽ ചെറിയൊരു റെസിസ്റ്റൻസ് നമുക്കുണ്ട് 24,520. സോ 520ക്ക് മുകളിൽ 590യും 590ക്ക് മുകളിൽ 24,666 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ. നിങ്ങൾ വ്യക്തമായി മാർക്ക് ചെയ്ത് വെക്കുക. നാളെ നിഫ്റ്റി ബ്രേക്കൗട്ട് തന്നതുകൊണ്ട് കുറച്ച് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ വളരെയധികം കൂടുതലായിരിക്കും. ഇനി അടുത്ത വരാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നമ്മൾ പറയുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഇന്ന് നിങ്ങൾ നോക്കി അറിയാം, ബാങ്ക് നിഫ്റ്റി ഈ ഒരു ബാലൻസ് വന്ന് ഇന്ന് കൃത്യമായിട്ട് ആ ബാലൻസിൻ്റെ ഭാഗത്ത് കടന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഈ പ്രൊഫൈലിനെ മെർജ് ചെയ്യണം. POC എത്രയായിട്ട് മാറി? 24,680 POC ആയിട്ട് മാറി. 680 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,909 52,680 ആണ് നമ്മളെ POC. 52,680 മുകളിൽ നിൽക്കുമ്പോൾ 52,909, അതിന് മുകളിൽ 53,097, അതിന് മുകളിൽ 53,255 നമ്മളെ റെസിസ്റ്റൻസ് വരും. പിന്നെ താഴേക്ക് സപ്പോർട്ടാണെങ്കിൽ 52,475 സപ്പോർട്ടാണ്. അതിന് താഴെ 52,350 സപ്പോർട്ട്. 350 താഴെ സീതാ സ്ട്രെയിറ്റ് താഴേക്ക് എവിടെ വരാം? 52,130 സപ്പോർട്ട് എടുക്കാനും ചാൻസ് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ വളരെയധികം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നല്ല തിക്കായിട്ടുള്ള ഒരു പ്രൊഫൈൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കോമ്പോസിറ്റ് ആയിട്ടുള്ള റേഞ്ച് ബാലൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ പടലമുള്ള ഒരു ഉഗ്രം ബ്രേക്കൗട്ട് മുകളിലേക്ക് തരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യണം, ഞാൻ ഇന്നത്തെ POCക്ക് മാത്രമേ ഞാൻ ഒരു മാറ്റം വരുത്തുന്നുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിമാണ്. ബാങ്ക് നിഫ്റ്റി 24,000 നമ്മളെ ഈ POC ഞാനൊന്ന് മാറ്റി 52,680 മാറ്റി. 680 മുകളിൽ ഒരു ഓർത്തോളുക 800 മുകളിൽ 909 24,909 അത്രയും എപ്പോഴും തെറ്റിപ്പോണം. എപ്പോഴും നിഫ്റ്റിയുടെ ബാക്കാണ് പറഞ്ഞത്. 52,909 അതിന് മുകളിൽ 53,091 53,250. ഇനി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ താഴെ 52,475 ഒരു സപ്പോർട്ടാണ്. 52,475 സപ്പോർട്ടാണ്. അതിന് താഴെ അടുത്തത് 52,350 ആണ്. 52,350 സപ്പോർട്ടാണ്. അതിന് താഴെ നേരെ 52,130. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടിപൊളി ഒരു കിടിലം ഒരു ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വ്യക്തമായി ഈ ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക, ട്രേഡ് ചെയ്യുക. ഇന്ന് നിഫ്റ്റിയുടെ ലെവൽ ചെയ്തവർക്കൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ പല ആൾക്കാരും നമ്മളെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് അവരുടെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അത് കണ്ടതിൽ വളരെയധികം സന്തോഷം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാർക്കറ്റിനെ കുറിച്ചുള്ള ഷോർട്ടായുള്ള സ്ക്രിപ്റ്റ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ HDFC ബാങ്ക് 1630 എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് ഇന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ 1630 മുകളിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് സപ്പോർട്ട് എടുക്കുകയാണ്. ഈ HDFC ബാങ്ക് 1630 പൊട്ടിയാണെങ്കിൽ മാത്രം 15,000 ഞാൻ പറഞ്ഞ പോലെ 15,083 അതിന് താഴെ 15,061 എന്ന് പറഞ്ഞ ഈ ഒരു POCയിലേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. HDFC ബാങ്ക് പൊട്ടാതിരത്തോളം കാലം ബാങ്ക് നിഫ്റ്റി ഒരു സെല്ലിംഗ് വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ HDFC ബാങ്ക് പൊട്ടി ഒരു സെല്ലിംഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സിനെല്ലാം വീഡിയോ അയച്ചിടുക. ഞങ്ങളുടെ പുതിയ മെൻറ്റർഷിപ്പ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ കുറിച്ചുള്ള ട്രേഡ് ആൻഡ് ലീവ് വിത്ത് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നിന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.